ഹാഫ് എ ഡേ ചാപ്റ്ററിൻ്റെ സൈഡിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ, വൈൽ വി റീഡ്. അതാണ് നമ്മളിന്ന് ആൻസർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ് ഹവർ വാസ് മിക്സ്ഡ്. വൈ ഡസ് ദ ചൈൽഡ് ഹാവ് മിക്സ്ഡ് ഫീലിങ്സ് അബൌട്ട് ഹിസ് ന്യൂ ക്ലോത്ത്സ്? ഡിലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം എന്നാണ് കേട്ടോ അർത്ഥം, ഹാപ്പിനെസ്. അപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആൾ പോകുന്നുണ്ടെങ്കിലും ആളുടെ ഇമോഷൻ എന്തായിരുന്നു? ഒരു മിക്സഡ് ഇമോഷൻ ആയിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പിയും അല്ല, എന്നാൽ ഭയങ്കര സങ്കടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അല്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ളൊരവസ്ഥ. വൈ ഡസ് ദ ചൈൽഡ് ഹാവ് മിക്സഡ് ഫീലിങ്സ്? എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു മിക്സഡ് ഫീലിങ്സ് ഉണ്ടാവാനുള്ള റീസൺ? ദ ചൈൽഡ് വാസ് ഹാപ്പി ബിക്കോസ് ദ ക്ലോത്ത്സ് വെയർ ന്യൂ ആൻഡ് സ്പെഷ്യൽ. ഉടുപ്പ് പുതിയതും സ്പെഷ്യലൊക്കെ ആയിരുന്നു. അതിനെ ഓർത്ത് കുട്ടിക്ക് ഹാപ്പിനെസ് ഉണ്ടായിരുന്നു, സന്തോഷം ഉണ്ടായിരുന്നു. ബട്ട് ഹി ഓൾസോ ഫെൽറ്റ് നെർവസ് ആൻഡ് സാഡ് ബിക്കോസ് ഹി ഹാഡ് ടു ഗോ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം. അവിടെ വേറൊരു സങ്കടം വരാനുള്ള റീസൺ, അല്ലെങ്കിൽ ഹാപ്പിനെസ്സിനൊരു ചെറിയൊരു കുറവ് വരാനുള്ള റീസൺ എന്താ? ചെറിയ രീതിയിലൊരു വിഷമവും ടെൻഷനും. നെർവസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ. കാരണം നമ്മുടെ ബോയ് അന്നത്തെ ദിവസം ആദ്യമായിട്ട് സ്കൂളിൽ പോയി തുടങ്ങുകയായിരുന്നു. സോ ഹി ഹാഡ് ബോത്ത് ഹാപ്പി ആൻഡ് വെറീഡ് ഫീലിങ്സ്. അതുകൊണ്ടാണ് ഒരേ സമയം സന്തോഷവും അതേപോലെ സങ്കടവും ഉണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ ബി നോക്കാം. വാട്ട് ഹെൽപ്പ് ഡസ് ദ ബോയ് എക്സ്പെക്ട് ഫ്രം ഹിസ് മദർ? അമ്മയടുത്ത് നിന്ന് എന്ത് സഹായമാണ് ബോയ് പ്രതീക്ഷിച്ചത്? എക്സ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുക. ദ ബോയ് ലുക്സ് അറ്റ് ഹിസ് മദർ ഹോപ്പിംഗ് ഷീ വുഡ് സ്റ്റോപ്പ് ഹിം ഫ്രം ഗോയിങ് ടു സ്കൂൾ ഓർ ഹെൽപ്പ് ഹിം ഇൻ സം വേ. അപ്പം അമ്മേനെ തിരിഞ്ഞു നോക്കിയത് എന്തുകൊണ്ടാണ്? അമ്മ എന്നെ സ്കൂളിൽ പോകുന്നതിൽ നിന്ന് മിക്കവാറും ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ വേറൊരു തരത്തിലെങ്കിലും എന്നെ വന്ന് സഹായിക്കും എന്ന് പറയുന്ന പ്രതീക്ഷയോട് കൂടിയായിരുന്നു അമ്മേനെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ഹി വാസ് കെയർഡ് ആൻഡ് ഡിഡ്ന്റ് വോണ്ട് ടു ഗോ. വീട്ടിൽ ഇത്രയും നാൾ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന ഒരാൾക്ക് പെട്ടെന്ന് സ്കൂളിൽ കൊണ്ടാക്കാന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ചിന്തകളൊക്കെ തന്നെയാണ് നമ്മുടെ ബോയ്ക്കും ഉണ്ടായിട്ടുള്ളത്. അമ്മയെങ്കിലും തന്നെ വന്ന് സഹായിക്കും എന്ന് പറയുന്ന പ്രതീക്ഷയിലാണ് അച്ഛൻ്റെ കൈപിടിച്ച് നടന്നുകൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് അമ്മേനെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു അല്ലേ. ഇനി ഈ പേജിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ പേജിലെ കേട്ടോ, സി. ഹൗ ഡസ് ദി ഓതർ ഡിസ്ക്രൈബ് ദ സൈറ്റ്സ് ഓൺ ദ വേ ടു സ്കൂൾ? സൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചകൾ, സ്കൂളിലേക്ക് പോകുന്ന കാഴ്ചകൾ എങ്ങനെയാണ് നമ്മുടെ ഓതർ അഥവാ നറേറ്റർ നമുക്ക് പറഞ്ഞു തരുന്നത്? ഡിസ്ക്രൈബ് ദ സൈറ്റ്സ് യു സീ ഓൺ യുവർ വേ ടു സ്കൂൾ. ഓക്കെ, എന്നിട്ട് നമ്മളുടെ അടുത്തും പറയുന്നുണ്ട് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ വിവരിക്കാനായിട്ട്. അപ്പോൾ രണ്ട് ആൻസർ നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ ഓതർ കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ നറേറ്റർ കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബോയ് എന്ന് വേണമെങ്കിൽ പറയാം, ബോയ് കാണുന്ന കാഴ്ചകൾ നോക്കാം. The author describes the way to school as a beautiful place. സ്കൂളിലേക്ക് പോകുന്ന വഴി ഭയങ്കര മനോഹരമാണ്. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരം. There were gardens along the road. പൂന്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. ആൻഡ് ഫീൽഡ്സ് വിത്ത് ക്രോപ്സ്. പാടങ്ങൾ ഉണ്ടായിരുന്നു. അതും പാടത്ത് എന്തുണ്ട്? ക്രോപ്സ് ഉണ്ട്, ധാന്യങ്ങളുണ്ട്. പ്രിക്ലി പെയേഴ്സ്. പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ടാണ്. ഹെന്ന ട്രീസ് ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ എ ഫ്യൂ ഡേറ്റ് പാം ട്രീസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നിറഞ്ഞ വഴിയിലൂടെയാണ് നമ്മുടെ ബോയ് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇനി നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഉള്ള വഴി ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഓരോരുത്തരും സ്കൂളിൽ പോകുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകളായിരിക്കും, സൈറ്റ്സ് ആയിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ തരുകയാണ്. ഐ സി ഷോപ്സ്, കടകൾ കാണും. ട്രീസ്, മരങ്ങൾ കാണും. ബസ്സസ് കാണും. സ്കൂൾ ചിൽഡ്രൻ വാക്കിംഗ്, സ്കൂൾ കുട്ടികൾ നടക്കുന്നത് കാണും. ആൻഡ് സ്മോൾ ഹൗസസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ റോഡ്. റോഡിൻ്റെ ഇരുവശങ്ങളിലും, ബോത്ത് സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുവശങ്ങളിലും എന്തുണ്ടാവും? സ്മോൾ ഹൗസസ്, ചെറിയ വീടുകൾ. ഇതെല്ലാമാണ് ഞാൻ കാണുന്ന കാഴ്ച. നിങ്ങളും കാണുന്നത് ഏകദേശം സിമിലർ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും. ഇപ്പം നിങ്ങൾ കിളീനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ യു ക്യാൻ മെൻഷൻ ബേർഡ്സ് എന്നൊക്കെ പറയാം കേട്ടോ. നമ്മളിൻ്റെ ടെക്സ്റ്റിൻ്റെ അടുത്ത പേജിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. DEFG നോക്കിയാലോ. ഡി, സ്കൂൾ ഇസ് നോട്ട് എ പണിഷ്മെന്റ്. ഈ അപ്പോസ്ട്രോഫി എസിന്റെ അർത്ഥം ഇസ് എന്നാണ് കേട്ടോ. സ്കൂൾ ഇസ് നോട്ട് എ പണിഷ്മെന്റ്. ഇറ്റ് ഈസ് ദ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. ഡു യു എഗ്രി വിത്ത് ദീസ് സ്റ്റേറ്റ്മെന്റ്സ്? ഗിവ് റീസൺസ്. എന്ന് വെച്ചാൽ സ്കൂൾ ഒരു പണിഷ്മെന്റ് അല്ല, അതൊരു ഫാക്ടറി പോലെയാണ്. മിക്ക ആൾക്കാരെയും, എന്ന് വെച്ചാൽ മിക്ക കുട്ടികളെയും യൂസ്ഫുൾ ആയിട്ടുള്ള, ഉപകാരപ്രദമായിട്ടുള്ള ആൾക്കാരാക്കി മാറ്റുന്നത് ഈ പറയുന്ന സ്കൂളാണ്. ഡു യു എഗ്രി വിത്ത് ദീസ് സ്റ്റേറ്റ്മെന്റ്സ്? ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിനോട് നമ്മൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ഗിവ് റീസൺസ്, അഥവാ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള റീസൺ പറയാനാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഉത്തരം യെസ്, ഐ എഗ്രി, ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട്. സ്കൂൾ ഹെൽപ്സ് ചിൽഡ്രൻ ലേൺ ഇമ്പോർട്ടൻറ്റ് തിങ്സ്. കുട്ടികളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ പ്രധാന കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് സ്കൂൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗ്രോ അപ്പ് ആൻഡ് ബിക്കം റെസ്പോൺസിബിൾ പീപ്പിൾ. നമ്മുടെ വളർച്ചയിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ ഉത്തരവാദിത്തമുള്ള ആൾക്കാരാകാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഉത്തരവാദിത്തത്തിൻ്റെ ഇംഗ്ലീഷാണ് റെസ്പോൺസിബിൾ എന്ന് പറയുന്നത്. ഇറ്റ് പ്രിപ്പയർസ് അസ് ഫോർ റിയൽ ലൈഫ്.
ശരിക്കും റിയൽ ലൈഫ് എന്ന് വെച്ചാൽ റിയാലിറ്റീനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും അതിനനുസരിച്ചിട്ട് റെഡി ആകാനും നമ്മളെ സ്കൂള് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബൈ ടീച്ചിങ് അസ് എങ്ങനെയാണ്? നോളജ് ആൻഡ് ഡിസിപ്ലിൻ. ലൈഫിൽ വേണ്ട ഡിസിപ്ലിനും ലൈഫിൽ വേണ്ട അറിവുകളും തന്നിട്ടാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഹൗ ഡസ് ദ സ്കൂൾ അപ്പിയർ ടു ദ ബോയ് ഫ്രം എ ഡിസ്റ്റൻസ്? ഒരു ഡിസ്റ്റൻസിൽ നിന്ന്, ഒരു അകലത്തിൽ നിന്ന് സ്കൂൾ എങ്ങനെയാണ് നമ്മുടെ ബോയ്ക്ക് തോന്നിയത്? ടു ദ ബോയ് ദ സ്കൂൾ ലുക്സ് ലൈക്ക് എ ബിഗ് ടോൾ ബിൽഡിംഗ് വിത്ത് എ ഹൈ വാൾസ്. ഒരു ദൂരത്ത് നിന്ന്, ഒരു അകലെ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് സ്കൂൾ എങ്ങനെ തോന്നിയത്? വലിയ, ബിഗ് എന്ന് പറഞ്ഞാൽ വലിയ, ടോൾ ബിൽഡിംഗ് ഉയരം കൂടിയ ബിൽഡിങ്, വിത്ത് ഹൈ വാൾസ് ഉയരം കൂടിയ മതിലുകൾ ഉള്ളൊരു ബിൽഡിംഗ് ആയിട്ടാണ് നമ്മുടെ ബോയ്ക്ക് തോന്നുന്നത്. ആൻഡ് ഇറ്റ് ഫീൽസ് സ്കേറി ആൻഡ് സീരിയസ്. ആൻഡ് ഈ ഒരു ഇംപ്രഷൻ എങ്ങനെയായിരുന്നു? ഭയങ്കര പേടിപ്പെടുത്തുന്നതും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഇംപ്രഷനാണ് ബോയ്ക്ക് കൊടുത്തത്. ഒരു ഗുഡ് ഇംപ്രഷൻ ആയിരുന്നില്ല. ലൈക്ക് എ പ്രിസൺ ഹോർ എ ഫോർട്രസ്. ഒരു ജയില് പോലെയോ അല്ലെങ്കിൽ ഒരു കോട്ട പോലെ. ഫോർട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കോട്ടകളില്ലേ, കോട്ടയൊക്കെ പോലെയാണ് നമ്മുടെ ബോയ്ക്ക് തോന്നിയത്. എഫ്. വാട്ട് ഹാപ്പൻസ് വെൻ ദ നറേറ്റർ റീച്ചസ് ദ സ്കൂൾ? നമ്മുടെ നറേറ്റർ, അതായത് കഥ പറഞ്ഞു തരുന്ന ആളിനെ നമ്മൾ നറേറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ ബോയ് സ്കൂളിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. വെൻ ഹി റീച്ചസ് ദ സ്കൂൾ, സ്കൂളിൽ എത്തുന്നതും ഹി സീസ് മെനി ചിൽഡ്രൻ, ഒരുപാട് കുട്ടികളെ കാണുന്നുണ്ട്. ബട്ട് ഹി ഡസൻ നോ എനി വൺ, പക്ഷെ ആരെയും നമ്മുടെ ബോയ്ക്ക് അറിയില്ല. ഡസൻ നോ എന്ന് പറഞ്ഞാൽ അറിയില്ലെന്നാണ്. എനി വൺ എന്ന് വെച്ചാൽ ആരെയും. ഹി ഫീൽസ് ലോസ്റ്റ് ആൻഡ് എലോൺ അറ്റ് ഫസ്റ്റ്. തുടക്കത്തിൽ അറ്റ് ഫസ്റ്റ് നമ്മുടെ ബോയ്ക്ക് എന്താ തോന്നുന്നത്? ലോസ്റ്റ് ആയപ്പോൾ വഴിതെറ്റി വന്ന പോലെ ഒരു ഫീലിംഗ്. ആൻഡ് എലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റപ്പെട്ട ഫീലിംഗും കിട്ടുന്നുണ്ട്. ദെൻ എ ബോയ് ടോക്സ് ടു ഹിം. പിന്നീട് ഒരു ബോയ് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നുണ്ട്. ആൻഡ് സ്ലോലി ഹി സ്റ്റാർട്ട്സ് അഡ്ജസ്റ്റിംഗ്. പയ്യെ പയ്യെ ആ ഒരു എൻവിറോൺമെന്റ് ആയിട്ട് നമ്മുടെ ബോയ് അഡാപ്റ്റ് ആവുന്നുണ്ട്, അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ജി. വാട്ട് ഈസ് ദ ഇഫക്റ്റ് ഓഫ് ദ വുമൻസ് വേർഡ്സ് ഓൺ ദ ന്യൂ കമേഴ്സ്? ന്യൂ കമേഴ്സ് എന്ന് വെച്ചാൽ പുതിയതായിട്ട് വന്ന ആൾക്കാരെ ആരെയും നമ്മൾ ന്യൂ കമേഴ്സ് എന്ന് പറയും. അതിലൊരു വുമണിനെ പറ്റി പറയുന്നുണ്ട് ടെക്സ്റ്റിൽ. ആ വുമൺ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആ വുമൺ പറയുന്ന വാക്കുകൾക്ക് എന്ത് ഇഫക്റ്റ് ആണ് കുട്ടികളിൽ, പുതിയതായിട്ട് വന്നത് ആരാ അവിടെ? കുട്ടികൾ. ആ പുതിയതായിട്ട് വന്ന കുട്ടികളിൽ ഉണ്ടാക്കുന്നത്. ആൻസർ നോക്കാം. ദ വുമൺസ് വേർഡ്സ് ഗിവ് കംഫർട്ട് ആൻഡ് ഹോപ്പ് ടു ദ ന്യൂ സ്റ്റുഡൻസ്. പുതിയതായിട്ട് വന്ന സ്റ്റുഡൻസിന് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസും ആൻഡ് അതേപോലെ ഹോപ്പ്, പ്രതീക്ഷയും കൊടുക്കുന്നുണ്ട്. ഷീ ടെൽസ് ദം ദാറ്റ് ദ സ്കൂൾ ഇസ് എ ന്യൂ ഹോം. എന്താ അവിടുത്തെ വുമൺ പറയുന്നത്? ഇനി മുതൽ നിങ്ങളുടെ പുതിയ വീട്, ന്യൂ ഹോം എന്ന് പറയുന്നത് ഈ സ്കൂളാണ്. വേർ ദേ വിൽ ഫൈൻഡ് ലവ് ആൻഡ് ലേണിംഗ്. ഇവിടെ നിങ്ങൾ എന്താ കണ്ടെത്താൻ പോകുന്നത്? നിങ്ങൾ ലവും സ്നേഹം എന്താണെന്നും അതേപോലെ ലേണിങ്, അറിവ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കും. ദിസ് ഹെൽപ്സ് ദം ഫീൽ ലെസ് അഫ്രെയ്ഡ് ആൻഡ് മോർ റെഡി ടു സ്റ്റാർട്ട് സ്കൂൾ. സോ അവരുടെ തുടക്കത്തിന്, സ്കൂളിൻ്റെ ഒരു ബിഗിനിങ് പ്രോസസ്സിന് ഭയങ്കരമായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്കെയർഡ് ഫീലിംഗ്, എസ്പെഷ്യലി നമ്മുടെ ബോയ്ക്ക് ഒരു സ്കെയർഡ് ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. അതെല്ലാം മാറ്റാനായിട്ട് ഈ വാക്കുകൾ സഹായിക്കുന്നുണ്ട്. അടുത്ത പേജിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. HIJKL നോക്കിയാലോ നമുക്ക്. ഹൗ ഡസ് ദ നറേറ്റേഴ്സ് പെർസെപ്ഷൻ ഓഫ് സ്കൂൾ ചേഞ്ച് വെൻ ഹി ബിഗിൻസ് ടു ഇൻട്രാക്ട് വിത്ത് അതർ ചിൽഡ്രൻ? നമ്മുടെ നറേറ്ററിൻ്റെ കാഴ്ചപ്പാട്. പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിനെ നമ്മൾ നോക്കിക്കാണുന്ന രീതി. കാഴ്ചപ്പാടെന്ന് നമുക്ക് പറയാം. കാഴ്ചപ്പാട് എങ്ങനെയാണ് മാറുന്നത് സ്കൂളിനെ പറ്റിയുള്ള? വെൻ ഹി ബിഗിൻസ് ടു ഇൻട്രാക്ട് വിത്ത് അതർ ചിൽഡ്രൻ, മറ്റു കുട്ടികളുമായിട്ട് സംസാരിച്ച് പഴകി തുടങ്ങുമ്പോൾ ഈ പറയുന്ന സ്കൂളിനെ പറ്റിയുള്ള ഒരു ഇംപ്രഷൻ മാറുന്നുണ്ട്, കാഴ്ചപ്പാട് മാറുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ നോക്കാം. അറ്റ് ഫസ്റ്റ് ദ നറേറ്റർ ഫെൽറ്റ് വെറീഡ് ആൻഡ് സ്കെയർഡ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. സ്കൂളിലേക്ക് പോകുന്നത് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോയുടെ ഫീലിങ്സ് എന്തായിരുന്നു? സ്കെയർഡ് ആയിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതായിരുന്നു ഫീലിങ്സ്. ബട്ട് വൺസ് ഹി മെയ്ഡ് ഫ്രണ്ട്സ് ആൻഡ് പ്ലേഡ് ഗെയിംസ്, ബട്ട് അവിടെ ചെന്ന് കൂട്ടുകാരെ എല്ലാം ഉണ്ടാക്കി ഗെയിംസ് ഒക്കെ കളിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഹി സ്റ്റാർട്ടഡ് എൻജോയിങ് സ്കൂള് എൻജോയ് ചെയ്യാൻ, ആസ്വദിച്ച് തുടങ്ങി. ആൻഡ് മാത്രമല്ല ഫെൽറ്റ് ഹാപ്പി ആൻഡ് കണ്ടന്റ്. കണ്ടന്റ് എന്ന് തന്നെ പറയാം. കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹാപ്പി എന്നാണ് അർത്ഥം. ആ ഒരു മിക്സഡ് ഫീലിംഗ് ഇല്ലേ തുടക്കത്തിൽ ഉണ്ടായിരുന്ന, ആ മിക്സഡ് ഫീലിംഗ് മാറ്റിയിട്ട് ഒരു ഹാപ്പി ഫീലിങ്ങിലോട്ട് മാറുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഐ ഹാഡ് നെവർ ഇമാജിൻഡ് സ്കൂൾ വുഡ് ഹാവ് ദിസ് റിച്ച് വെറൈറ്റി. വാട്ട് ഡസ് ദ സ്പീക്കർ മീൻ ബൈ റിച്ച് വെറൈറ്റി? അപ്പം നമ്മുടെ ബോയ് പറയുന്ന ഒരു ഡയലോഗാണ്, അതുകൊണ്ടാണ് ഡബിൾ കോട്ട്സിൽ അത് കൊടുത്തിരിക്കുന്നത്. ഒരാൾ പറയുന്ന വാക്കുകൾ അതേപോലെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഡബിൾ കോട്ട്സിൽ കൊടുക്കണം. അപ്പോൾ ബോയ് പറയുന്നത് എന്താണ്? സ്കൂളിൽ ഇത്രയും റിച്ച് വെറൈറ്റി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല, ഐ ഹാവ് നെവർ ഇമാജിൻഡ്. അപ്പോൾ ഈ റിച്ച് വെറൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്നുള്ളതാണ് ചോദ്യം. ആൻസർ നോക്കാം. ബൈ റിച്ച് വെറൈറ്റി ദ സ്പീക്കർ മീൻസ് ദാറ്റ്
The school had many interesting things like games, music, food, learning, and fun activities that he never expected. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പല പല കൗതുകകരമായിട്ടുള്ള കാര്യങ്ങൾ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഗെയിംസ് ഉണ്ടായിരുന്നു, മ്യൂസിക്, സംഗീതം ഉണ്ടായിരുന്നു, ഫുഡ് ഉണ്ടായിരുന്നു, അവിടെ ലേണിംഗ്, അറിവുണ്ടായിരുന്നു. അതേപോലെ ഫൺ ആക്ടിവിറ്റീസ്, നല്ല ഫൺ പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊന്നും നമ്മുടെ ബോയ് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള കാര്യമല്ല. സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്പേസിൽ നിന്ന് ഇത്തരം കാര്യങ്ങളൊന്നും ബോയ് എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ഫസ്റ്റ് പോയപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് റിച്ച് വെറൈറ്റി എന്നവിടെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ജെ. ഇൻ ദ ബിഗിനിങ് ദ നറേറ്റർ യൂസസ് ഐ ടു റെഫർ ടു ഹിംസെൽഫ്. തുടക്കത്തിൽ ഐ എന്ന് പറയുന്ന രീതിയിലാണ് കഥ തുടങ്ങുന്നത്, ഞാൻ. ലേറ്റർ, പിന്നീട് ഇറ്റ് ചേഞ്ചസ് ടു വി. പിന്നീട് കഥ പോയി പോകവേ വി എന്നാവുന്നുണ്ട്. ഞാൻ എന്ന് പറയുന്ന കഥയിൽ പിന്നെ എങ്ങനെയാ പറഞ്ഞു വരുന്നത്? നമ്മൾ, ഞങ്ങൾ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. വാട്ട് ഡു യു തിങ്ക് ഇസ് ദ റീസൺ ഫോർ ദ ഷിഫ്റ്റ്? ഈ ഒരു മാറ്റത്തിന്റെ കാരണം എന്താണ്, റീസൺ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ നോക്കിയാലോ. ദ ഷിഫ്റ്റ് ഫ്രം ഐ ടു വി, ഞാനിൽ നിന്ന് നമ്മൾ എന്ന് പറയുന്നത്, ഷോസ് ദാറ്റ് ദ നറേറ്റർ നൗ ഫീൽസ് ലൈക്ക് പാർട്ട് ഓഫ് എ ഗ്രൂപ്പ്. തുടക്കത്തിൽ സ്കൂളിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ബോയ് പോകുന്നുണ്ട്, ആൻഡ് സ്കൂളിലോട്ട് കയറുമ്പോഴത്തേക്ക് ഒറ്റയ്ക്കാണ്, ഒരു എലോൺ, ഹി വാസ് ഫീലിംഗ് എലോൺ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ല, ഒരു ലോൺലിനെസ് ഫീലിംഗ് ഉണ്ട്, എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമല്ല. ബട്ട് പിന്നീട് ഒരു കൊച്ചു വന്ന് സംസാരിക്കുന്നു, പിന്നെ ഇഷ്ടംപോലെ ഫ്രണ്ട്സിനെയൊക്കെ മേക്ക് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഈ പറയുന്ന ഒരു ഷിഫ്റ്റ് വരുന്നത്, വി ആയിട്ട് മാറുന്നത്. വിച്ച് മീൻസ് ഹി ഈസ് നോ ലോങ്ങർ എലോൺ. ഇനി മുതൽ തനിച്ചല്ല, ഒരു കൂട്ടമായിട്ട് മാറിയിട്ടുണ്ട്. അത് നമ്മുടെ ഹ്യൂമൻ ലൈഫ് ചിന്തിച്ചാൽ മതി. നമ്മൾ ജനിക്കുമ്പോൾ ഒറ്റയ്ക്കായിരിക്കും വരുന്നുണ്ടാവുക. പിന്നീട് നമ്മൾ ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, നമ്മളുള്ള സമൂഹത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മാറുന്നുണ്ട്. പിന്നെ ഒരിക്കലും ഐ ആയിരിക്കത്തില്ല, എപ്പോഴും വി ആയിരിക്കും. നമ്മുടെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഹി ഹാസ് മെയ്ഡ് ഫ്രണ്ട്സ് ആൻഡ് ഇസ് ഷെയറിങ് എക്സ്പീരിയൻസ് വിത്ത് അതേഴ്സ്. ഇപ്പോൾ കൂട്ടുകാരും ഉണ്ട്, കൂട്ടുകാരുമായിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്, അവരുമായിട്ട് പല അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അപ്പം ഇത് ഒരാളുടെ മാത്രം കഥയല്ലല്ലോ, അവരെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു കഥയായതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ആ ഒരു ഷിഫ്റ്റ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കെ. വാട്ട് ആർ ദ ചലഞ്ചസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് ദ നറേറ്റർ എൻകൗണ്ടേഴ്സ് അറ്റ് സ്കൂൾ? സ്കൂളിൽ നമ്മുടെ നറേറ്റർ, അതായത് നമ്മുടെ ബോയ് നേരിടുന്ന ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും, ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ നോക്കാം. ദ നറേറ്റർ ഫേസസ് ഫൈറ്റ്സ്, ആക്സിഡൻസ്, പണിഷ്മെന്റ് ആൻഡ് സ്കോൾഡിങ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ തുടക്കത്തിലെ ഹാപ്പിനെസ് മാത്രമല്ല, സ്കൂളെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം കൂടെ മിക്സ്ഡ് ആണ്. ലൈഫ് അങ്ങനെ ആണല്ലോ. പലതരത്തിലുള്ള ഫൈറ്റുകൾ കാണുന്നുണ്ട്, ആക്സിഡൻസ്, അപകടങ്ങൾ കാണുന്നുണ്ട്, പണിഷ്മെന്റ്, എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷയുണ്ട്, സ്കോൾഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കുണ്ട്. ഹി ലേൺസ് ദാറ്റ് ലൈഫ് അറ്റ് സ്കൂൾ ഈസ് നോട്ട് ഓൾവേസ് ഫൺ. ഫൺ മാത്രമല്ല, സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൺ ഫിൽഡ് ആയിട്ടുള്ളൊരു ലൈഫ് മാത്രമല്ല, എല്ലാം ഉണ്ട്. വഴക്കുണ്ട്, പണിഷ്മെന്റ്, ശിക്ഷയുണ്ട്, അതേപോലെ ഹാപ്പിനെസ്സും ഉണ്ട്, ഫണ്ണുണ്ട്, എല്ലാം കൂടെ മിക്സ്ഡ് ആണ്. ഇറ്റ് ഓൾസോ നീഡ്സ് പേഷ്യൻസ്, കെയർ ആൻഡ് ഹാൻഡ്ലിങ് പ്രോബ്ലംസ്. സോ സ്കൂളത്തെ ഒരു ഒരു ഇതെന്ന് പറയുന്നത് എല്ലാം വേണം. പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ക്ഷമ, അതേപോലെ കെയർ വേണം. ഒരു പ്രോബ്ലത്തിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും, ഇതെല്ലാം ഈ സ്കൂളിലൂടെ കിട്ടുന്ന അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾ സ്കൂളായിട്ട് ചിന്തിക്കാണ്ട് ലൈഫായിട്ട് ചിന്തിച്ചാൽ മതി. മനസ്സിലായില്ലേ? ലൈഫിൽ നമ്മൾ കുഞ്ഞായിട്ട് ജനിക്കുമ്പോഴത്തേക്ക് നമുക്ക് സന്തോഷവും ഫണ്ണും ഗെയിംസും എല്ലാം, ഫുഡ് നമുക്ക് ഓരോരുത്തർ വാരിത്തരുന്നു, പിന്നെ എന്താ ഗെയിംസ്, എപ്പോൾ നോക്കിയാലും കളി, ഉറക്കം, ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ ജനിക്കുമ്പോഴത്തേക്ക്. എന്നാൽ ജനിച്ച് വളർന്ന് വലുതാകുമ്പോഴത്തേക്കോ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും ഒരുപാട് പ്രോബ്ലംസും ഒരുപാട് വഴക്കുകളും ശിക്ഷയും അപകടങ്ങളും ഇതെല്ലാം കൂടെ ചേർന്ന് ലൈഫിൽ അങ്ങോട്ട് വരും. പല കൈൻഡ് ഓഫ് ഇമോഷൻസ് നമ്മൾ ഫീൽ ചെയ്യും, അല്ലേ? ലൈഫ് എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ നമ്മൾ ജനിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് പോകുന്നത്. അതൊരു മിക്സ്ഡ് സംഭവമാണ്. ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു മിക്സ്ഡ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ഈസ് എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്, ഹൗ ആർ യു? എത്ര നാളായി നമ്മൾ കണ്ടിട്ട് ഒരുപാട് നാളായി, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഹൂ സേസ് ദിസ്? ഇതാരാണ് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാൾ പറയുന്ന ഡയലോഗ് അതേപടി നമ്മൾ കോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഡബിൾ കോട്ട്സിനകത്താണ് ഇടുന്നത്. ഹൗ ഡസ് ദിസ് എൻകൗണ്ടർ ഹെൽപ്പ് ദ നറേറ്റർ അണ്ടർസ്റ്റാൻഡ് ദ ചേഞ്ചസ് അറൗണ്ട് ഹിം? ഈ ഒരു കണ്ടുമുട്ടൽ, എൻകൗണ്ടർ എന്ന് പറയുമ്പോൾ ഈ ഒരു കണ്ടുമുട്ടൽ എങ്ങനെയാണ് നമ്മുടെ നറേറ്ററിനെ സഹായിക്കുന്നത് ചുറ്റിനുമുള്ള ചേഞ്ചസ് അറിയാനായിട്ട്? എ മിഡിൽ ഏജ്ഡ് മാൻ സീസ് ദിസ് ടു ദ നറേറ്റർ. ഇത് പറയുന്നത് ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള മാൻ ആണ്. അയാളുടെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒരു മധ്യവയസ്കൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ദിസ് ഹെൽപ്സ് ദ നറേറ്റർ റിയലൈസ് ദാറ്റ് എ ലോട്ട് ഓഫ് ടൈം ഹാസ് പാസ്ഡ്. ഇതിൽ നിന്നാണ് നറേറ്റർക്ക് മനസ്സിലാവുന്നത് ഒരുപാട് സമയം കഴിഞ്ഞിരിക്കുന്നു. എ ലോട്ട് ഓഫ് ടൈം ഹാസ് പാസ്ഡ് ആൻഡ് ദാറ്റ് എവറിത്തിങ് അറൗണ്ട് ഹിം ഹാസ് ചേഞ്ച്ഡ്. തൻ്റെ ചുറ്റിനുമുള്ള കാര്യങ്ങളും ഒരുപാട് മാറിയിരിക്കുന്നു, ഇൻക്ലൂഡിങ് ഹിംസെൽഫ്, താൻ തന്നെ മാറിയിരിക്കുന്നു.
ആ മിഡിൽ ഏജ്ഡ് മാൻ വന്ന് സംസാരിക്കുമ്പോഴാണ് ഈ മാറ്റങ്ങളെല്ലാം നറേറ്റർ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ടെക്സ്റ്റിലെ ലാസ്റ്റിലത്തെ പേജാണ്. അതിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, എമ്മും എന്നും. നോക്കിയാലോ? വാട്ട് ഇമോഷൻസ് ആൻഡ് തോട്ട്സ് റൺ ത്രൂ നറേറ്റേഴ്സ് മൈൻഡ് ആസ് ഹി ട്രൈസ് ടു ക്രോസ് ദ സ്ട്രീറ്റ്? സ്ട്രീറ്റ് ക്രോസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പം നമ്മുടെ നറേറ്ററിൻ്റെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്തകളും വികാരങ്ങളും, ഇമോഷൻസ് എന്ന് പറഞ്ഞ വികാരം, തോട്ട്സ് എന്ന് പറഞ്ഞ ചിന്തകൾ എന്തെല്ലാമാണ് ഓടിപ്പോകുന്നത്, മനസ്സിലൂടെ ഓടിപ്പോകുന്നത്? ആൻസർ നോക്കാം. ദ നറേറ്റർ ഫീൽസ് ഷോക്ക്ഡ്, കൺഫ്യൂസ്ഡ് ആൻഡ് സ്കെയർഡ്. അയ്യോ, എന്തൊക്കെ ഇമോഷൻസ് ആണ്? നല്ല ഇമോഷൻസ് ഒന്നുമില്ല, പേടിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു നറേറ്ററിനെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഹി ഈസ് സർപ്രൈസ്ഡ് ടു സീ ഹൗ മച്ച് എവറിത്തിങ് ഹാസ് ചേഞ്ച്ഡ്. തൻ്റെ ചുറ്റിനുള്ള കാര്യങ്ങൾ എത്ര ഇതായിട്ടാണ് മാറിയിട്ടുള്ളത് എന്ന് ഓർത്ത് സർപ്രൈസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്, അതിശയിച്ച് നിൽക്കുകയാണ്. ദ പീസ്ഫുൾ സ്ട്രീറ്റ് വിത്ത് ഗാർഡൻസ് ഇസ് ഗോൺ. താൻ സ്കൂളിലേക്ക് നടന്നു വന്നിട്ടുണ്ടായിരുന്ന ഗാർഡൻസോ സ്ട്രീറ്റോ ഒന്നും അല്ല ഇപ്പം കാണുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നൗ നോയ്സി ആൻഡ് ക്രൗഡഡ്. ഇപ്പം എന്താ അവസ്ഥ? ഭയങ്കര ബഹളം. നോയ്സി എന്ന് പറഞ്ഞാൽ ബഹളം, ക്രൗഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനക്കൂട്ടം ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ്. ഹി വണ്ടേഴ്സ് ഹൗ സോ മെനി ചേഞ്ചസ് ഹാപ്പൻഡ് ഇൻ ജസ്റ്റ് വൺ ഡേ. എങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട്, അത് ഹാഫ് എ ഡേ എന്ന് വേണമെങ്കിൽ പറയാം, ഇങ്ങനെ ഒരു മാറ്റം വരാൻ പറ്റുക, ഇങ്ങനെ ചേഞ്ചസ് സംഭവിക്കുക? ഹി ഫീൽസ് ലോസ്റ്റ് ആൻഡ് തിങ്സ് ഹീസ് ഗോയിങ് ക്രേസി. താൻ എന്തോ ഒറ്റപ്പെട്ട പോലെയും അതേപോലെ എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുന്നുണ്ടെന്ന് പറയുന്നത്. ഹി ഫീൽസ് ലോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴിതെറ്റിപ്പോയ ഒരു ഫീലിംഗ് ആണ് നമ്മുടെ നറേറ്റർക്ക് ഉണ്ടാവുക. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇസ് ദിസ് സ്റ്റോറി അബൌട്ട് ഹാഫ് എ ഡേ ഓർ ഓൾമോസ്റ്റ് എ ഹോൾ ലൈഫ്? ഈ ഒരു സ്റ്റോറി നമ്മുടെ മുഴുവൻ ജീവിതത്തിനെ കുറിച്ചിട്ടാണോ, അതോ ഒരു സ്റ്റോറിയുടെ ടൈറ്റിൽ പോലെ തന്നെ ഹാഫ് എ ഡേ, ഒരു ദിവസത്തിന്റെ പകുതിനെ കുറിച്ചിട്ടാണോ? ഗിവ് റീസൺസ് ടു സപ്പോർട്ട് യുവർ ആൻസർ. നിങ്ങളുടെ ആൻസർ എന്ത് തന്നെ ആയാലും അത് റീസൺസ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നോക്കാം. ദ സ്റ്റോറി ഈസ് അബൌട്ട് എ ഹോൾ ലൈഫ്. ടൈറ്റിൽ ഹാഫ് എ ഡേ എന്നാണെങ്കിൽ ഈ ഹാഫ് എ ഡേയിൽ നമ്മുടെ ഫുൾ ലൈഫാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇറ്റ് ബിഗിൻസ് വെൻ ദ നറേറ്റർ ഇസ് എ ചൈൽഡ്. നമ്മുടെ നറേറ്റർ ഒരു കുട്ടിയായിരിക്കുമ്പോഴാണ് കഥ തുടങ്ങുന്നത്. ഗോയിങ് ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം. സ്കൂളിൽ ഫസ്റ്റ് പോകുന്ന ഒരു ടൈമാണല്ലോ നമുക്ക് കാണാൻ കഴിയുക. ആൻഡ് എൻഡ്സ് വിത്ത് എം ആസ് എൻ ഓൾഡ് മാൻ നീഡിങ് ഹെൽപ്പ് ടു ക്രോസ് ദ റോഡ്. ആൻഡ് കഥ അവസാനിക്കുമ്പോൾ ഈ നറേറ്റർ ഏത് ഏജിലാണ് നിൽക്കുന്നത്? ഒരു ഓൾഡ് ഏജിലാണ് നിൽക്കുന്നത്. ആൻഡ് ആരുടെയെങ്കിലും സഹായം വേണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ, റോഡ് ക്രോസ് ചെയ്യാൻ തന്നെ പറ്റുന്നില്ല, ആരുടെയെങ്കിലും സഹായം വേണം എന്ന് പറയുന്ന അവസ്ഥയിലാണ് അവിടെ നിൽക്കുന്നത്. ദ ഈവൻസ് ഓഫ് എൻ എൻറ്റയർ ലൈഫ് ആർ ഷോൺ. നമ്മുടെ ലൈഫിലെ മുഴുവൻ ഈവൻസും ഈ കഥയിൽ പറയുന്നുണ്ട്. ആസ് ഇഫ് ദേ ഹാഡ് ആപ്പൻഡ് ഇൻ ജസ്റ്റ് വൺ സ്കൂൾ ഡേ വിച്ച് ഇസ് എ സിമ്പിൾ. അപ്പോൾ നമ്മൾ നോക്കുമ്പം ഒരു സ്കൂളിൽ പോകുന്നു, ഇറങ്ങുമ്പോഴത്തേക്ക് വയസ്സാവുന്നു, ഒരു സ്കൂളിൽ ഒരു ദിവസം കാണിച്ചു എന്നുള്ളതാണ് നമുക്ക് പുറമേ നോക്കുമ്പം കാണാൻ കഴിയുക. പക്ഷേ ഈ സ്കൂളെന്ന് പറയുന്നത് ഒരു സിമ്പിളാണ്, നമ്മുടെ ഹോൾ ലൈഫാണ് കാണിച്ചിട്ടുള്ളത്. എത്ര മനോഹരമായിട്ടാണല്ലേ ഓദർ നമുക്കതൊരു ഹാഫ് ഡേയിൽ തന്നെ ഫുൾ ലൈഫ് വിവരിച്ച് തന്നിട്ടുള്ളത്. യെസ്, അത് തന്നെയാണ് ഈ സ്റ്റോറി എന്നും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആൻസേഴ്സ് എല്ലാം ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.